മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിംസ് ആയിരിക്കും. ബട്ട് ഫിലിംസിനേക്കാൾ കൂടുതൽ നമ്മളെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്ന വേറൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ബുക്സാണ്, റീഡിങ്. സേ ഫോർ എക്സാമ്പിൾ ഹാരി പോട്ടറിൻ്റെ ബുക്സ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ, അതായത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ബുക്ക് ആയിരിക്കട്ടെ, വായിച്ചവർക്കറിയാം ഫിലിംസ് അല്ലെങ്കിൽ സീരീസിനെക്കാട്ടും ഒരുപടി മുകളിലാണ് ബുക്സ് ഇരിക്കുന്നത്. ഫിലിംസോ സീരീസോ മോശമാണെന്നല്ല, ബട്ട് റൈറ്റിംഗ് ഈസ് ദാറ്റ് ഗുഡ്. അപ്പം ഞാനിത് ഇവിടെ പറയേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻറ്റ് സിനേറിയോയിൽ ബിക്കോസ് ഓഫ് സോ മെനി സ്റ്റിമുലേഷൻസ്, അതായത് ഫോണ്, ടാബ്, പ്ലേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് റീഡിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒത്തിരി കുറഞ്ഞു വരും. സെയിം ടൈം പാരൻസിന് വരുന്ന മോസ്റ്റ് ഓഫ് ദ കൺസേൺസ് ഇതേ സെയിം റീഡിങ്ങിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ചെറുപ്പം തൊട്ടേ ഈ റീഡിങ് സ്കിൽസിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് ആൻഡ് വൊക്കാബുലറി ഡെവലപ്പ് ആകും. പിന്നെ സിമ്പതി, എംപതി എന്നുള്ള ഇമോഷൻസ് ഒക്കെ മനസ്സിലായി തുടങ്ങും. അതായത് ബുക്കിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പതുക്കെയാണെങ്കിൽ അവർക്ക് മനസ്സിലായി തുടങ്ങും. പിന്നെ ഏർലി ലിറ്ററസി സ്കിൽസ്, സ്കൂളിൽ പോയി പഠിക്കേണ്ട പല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റീഡിങ്ങിലൂടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പാരൻസ് ആയിട്ടുള്ള ബോണ്ടിങ് പെട്ടെന്ന് തന്നെ നടക്കും. അതായത് രണ്ടാളും കൂടി ഇരുന്നാണല്ലോ ഒന്നിച്ചിരുന്ന് വായിക്കുന്ന ആദ്യം തുടങ്ങുന്ന സമയത്തൊക്കെ. പിന്നെ ലിസണിങ് സ്കിൽസും കോൺസെൻട്രേഷൻ, ഡിസിപ്ലിനൊക്കെ ഒത്തിരി അധികം ഈ റീഡിങ് ചെറുപ്പം തൊട്ട് ചെയ്യുവാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ കുഞ്ഞുങ്ങളെ ലൈഫ് ലോങ് ആയിട്ട് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് ഒത്തിരി അധികം ഇഷ്ടപ്പെടും. ഇതെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ വരും വീഡിയോസിൽ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം.